7-7:30 രേവതി നീക്കാത്തത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ടെൻഷനായി തുടങ്ങിയിട്ടാ. ഇവളെന്താ ഈ നീക്കാത്തത്, എന്തായാലും പോയി വാതിലുമ്പോൾ മുട്ടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേനും രേവതി വാതിലും തുറന്ന് കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കുകയാണ്. നീ എന്താടി രാവിലെ തന്നെ കുളിച്ചൊരുക്കും? അതൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് കാര്യം ഏകദേശം മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയോട് പറയും, ഒരു ചായ കിട്ടാൻ മനുഷ്യൻ എത്ര നേരമായി വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ രേവതി പറയും, അതേ അമ്മയെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചായ ഇടാൻ വേണ്ടി രേവതി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കും, ഇവരുടെ ഇടയിൽ എന്ത് നടക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു, അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടല്ലോ ഭഗവാനെ എന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സുധി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ സുധീനെ കാണുമ്പോൾ ചന്ദ്ര ചോദിക്കും, നീ എന്താണ് ഇത്ര നേരത്തെ നീറ്റേ ചോദിക്കുമ്പോൾ, ഞാൻ നല്ല നേരത്തെ കിടന്നുറങ്ങി, 9 മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങി എന്ന് പറയും. ഇങ്ങനെ ഒരു പൊട്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഓരോരുത്തർ അവരവരെ കാര്യങ്ങൾ നോക്കി തുടങ്ങി എന്നൊക്കെ പറയും. ആ സമയത്ത് ശ്രുതി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയോട്, മോളെന്താ കുളിക്കാത്ത നീറ്റിട്ട് ചോദിക്കുമ്പോൾ, എന്തിനാ എൻ്റെ കുളിക്കുന്നത്, എനിക്കിന്നൊരു മൂഡൊന്നുമില്ല കുളിക്കാൻ, കുറച്ച് കഴിയട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ മോള് എന്താ അങ്ങനെ പറഞ്ഞേ ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി കുറേ വൈകി ഉറങ്ങാൻ, അക്കൗണ്ട്സൊക്കെ നോക്കിയിട്ട് പുലർച്ചെ ആയിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് അവരെ കുറേ ചീത്ത പറയും. ശ്രീകാന്ത് ആണെങ്കിൽ വർഷേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വർഷ വരുമ്പോൾ, നിൻ്റെ വണ്ടി ഇന്നും നാശമായോ ചോദിക്കും. അപ്പോൾ വർഷ പറയും, അതെന്താണ് അവ ഇടയ്ക്കിടയ്ക്ക് നാശമാവുന്നുണ്ടെന്ന് പറയും. അത് ഓടിക്കാൻ അറിയാത്തതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷേനെ കുറേ കളിയാക്കുന്നുണ്ട്. അങ്ങനെ വർഷേനെ കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചന്ദ്രയുടെ ഫ്രണ്ടായ പെണ്ണ് കാണുന്നുണ്ട്. ഇതെന്തായാലും ചന്ദ്രനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.